കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണ കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം പാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപതാ മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഭൂമിയിലും വെച്ച് ഏറ്റവും ശക്തമായ സ്നേഹം അമ്മയുടേതാണ്. അതുകൊണ്ടാണ് പിതാവായ ദൈവം പറഞ്ഞത്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. സ്വാഗതം ചെയ്യാം ഈ വേദിയിലേക്ക് നമ്മുടെ അമ്മമാരെ. ആദ്യമായി സ്വാഗതം ചെയ്യാം ടീം കൊടുന്തിരപ്പുള്ളി. എൻ്റെ പേര് മേരി ജോജു, വിമലഹൃദയ ചർച്ച് കൊടുന്തിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. മിഥുല സി റാഫി, വിമലഹൃദയ ചർച്ച് കൊടുന്തിരപ്പള്ളി. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു ടീം തത്തമംഗലം. എൻ്റെ പേര് സൗമ്യ, ഞാൻ സെൻറ് മേരീസ് ഫൊറോന ചർച്ച് തത്തമംഗലത്ത് നിന്നും വരുന്നു. എൻ്റെ പേര് ജിജി, ഞാൻ സെൻറ് മേരീസ് ഫൊറോന ചർച്ചിൽ നിന്ന് വരുന്നു. നമ്മുടെ അവസാനത്തെ ടീം വടക്കഞ്ചേരി. എൻ്റെ പേര് ഷീന ഷാജു, ലൂർദ് മാതാ ഫൊറൈൻ ചർച്ച് വടക്കഞ്ചേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ഗ്രേസി തോമസ്, ലൂർദ് മാതാ ഫൊറോന ചർച്ച് വടക്കഞ്ചേരിയിൽ നിന്ന് വരുന്നു. അല്ല റോസ്ലിൻ, നമുക്കിനി ചോദ്യങ്ങൾ വേണ്ടേ? ചോദ്യങ്ങൾ വേണം. ചേച്ചിയുടെ ചോദ്യങ്ങളുണ്ടോ? അയ്യോ, എൻ്റെ കയ്യിലില്ല. അപ്പം നമുക്ക് നമ്മുടെ ക്വിസ് മാസ്റ്ററിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം അവർ ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഫാദർ അരുൺ കലമറ്റത്തിൽ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മുഖം. മനുഷ്യർക്ക് ദൃശ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ മുഖം മനുഷ്യാവതാരം ചെയ്ത മിശിഹായുടെ മുഖമാണ്. ഈശോ മിശിഹായെ നാം ഇന്ന് കണ്ടുമുട്ടുന്നത് തിരുവചനത്തിലാണ്. പരിശുദ്ധ സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നു, വചനം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കടലാസ് രേഖകളിലല്ല, പരിശുദ്ധ സഭയുടെ ഹൃദയത്തിലാണ്. തിരുസഭയിലായിരുന്നു കൊണ്ട് വചനം പഠിക്കുകയായിരുന്നു നിങ്ങൾ. അതായത് ദൈവത്തിൻ്റെ യഥാർത്ഥ മുഖം നിങ്ങൾ കാണാൻ ശ്രമിക്കുകയായിരുന്നു. ഏവർക്കും സ്വാഗതം പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 പുതിയൊരു എപ്പിസോഡിലേക്ക്. ടീം കൊടുന്തിരപ്പള്ളി, ടീം തത്തമംഗലം, ടീം വടക്കഞ്ചേരി, ഈ 3 ടീമുകൾ മാത്രമല്ല, ഇവരെ സഹായിക്കുന്ന 3 ഹെൽപ്പ് ഡെസ്ക് കൂടി നമ്മോടത്തുണ്ട്. മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് ഏതാനും പൊതുനിർദ്ദേശങ്ങൾ. ഇതൊരു മത്സരമാണ്, എന്നാൽ അതൊരു മത്സരം മാത്രമല്ല. ഈശോയെ അടുത്തറിയാൻ, ജീവദായകമായ വചനം ഹൃദയത്തിൽ സ്വീകരിക്കാൻ, അത് പ്രഘോഷിക്കാൻ നാം നടത്തുന്ന പരിശ്രമമാണിത്. ഈ മത്സരത്തിലാകെ 5 റൗണ്ടുകളാണുള്ളത്. അതിൽ നേരിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, ബസർ സ്വഭാവമുള്ള ചോദ്യങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 30 സെക്കൻഡുകളായിരിക്കും. ചോദ്യം പാസ് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 സെക്കൻഡിനുള്ളിൽ ഉത്തരം പറയേണ്ടതായിട്ട് വരും. ഉത്തരം നൽകാവുന്നത് ഒരിക്കൽ മാത്രമാണ്. ഉത്തരം മാറ്റി പറയാനാവില്ല. നമുക്ക് ആരംഭിക്കാം ഒന്നാമത്തെ റൗണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു പൊതു റൗണ്ടാണ്. സാധാരണ നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള റൗണ്ടാണിത്. ചോദ്യം നേരിട്ട്, ഉത്തരം അറിയില്ലെങ്കിൽ പാസ് ചെയ്യപ്പെടുന്നു, മൈനസ് പോയിന്റ് ഉണ്ടായിരിക്കുകയില്ല. യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാത്ത സർവ്വസാധാരണമായ റൗണ്ടാണിത്. നമുക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ചോദ്യം അത് ടീം കൊടുന്തിരപ്പള്ളിക്കുള്ളതാണ്. ടീം കൊടുന്തിരപ്പള്ളി, ചോദ്യം ഇതാണ്: എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞ് അവൻ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. ഇത് മനുഷ്യപുത്രന്
എന്ത് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് എന്നാണ് ഈശോ പറയുന്നത്. മനുഷ്യപുത്രൻ്റെ എന്ത് അധികാരത്തെ വ്യക്തമാക്കാൻ വേണ്ടിയാണ് എന്നാണ് ഈശോ പറയുന്നത്. ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടത്. ഉത്തരം ശരിയാണ് ടീം കൊടുന്തിരപ്പള്ളി. ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ്. സത്യത്തിൽ പാപം ദൈവത്തിനെതിരെയുള്ള പ്രവൃത്തിയാണ്, അല്ലേ? മറ്റൊരാൾക്കെതിരെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയും, ആ തെറ്റ് ദൈവത്തിനെതിരെയാകുമ്പോൾ അത് പാപമാകും. അതുകൊണ്ട് തന്നെ പാപം മോചിക്കാൻ അധികാരമുള്ളത് ദൈവത്തിന് മാത്രമാണ്. ആ ദൈവത്തിൻ്റെ സ്ഥാനമാണ്, ആ ദൈവം തന്നെയാണ് താനെന്നാണ് ഈശോ പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം ടീം തത്തമംഗലത്തിനുള്ളതാണ്. തത്തമംഗലം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: ആരെയാണ് ഈശോ ചുങ്കസ്ഥലത്ത് നിന്നും എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് വിളിച്ചത്? ആരെയാണ് ചുങ്കസ്ഥലത്ത് നിന്നും കർത്താവ് തന്നെ അനുഗമിക്കാനായി ക്ഷണിച്ചത്? ഹെൽപ്പയുടെ പുത്രനായ ലേവിയ. ഉത്തരം ശരിയാണ്. ഹെൽപ്പയുടെ പുത്രനായ ലേവിയെയാണ് വിളിച്ചത്. ടീം തത്തമംഗലം ശരിയായ ഉത്തരം. അഭിനന്ദനങ്ങൾ. 30 പോയിന്റുകൾ. ടീം വടക്കഞ്ചേരി, നിങ്ങൾ ഫൊറോന ഇടവകയാണ് അതെ അല്ലേ? അതെ. പാലക്കാട് രൂപതയിലെ പ്രമുഖമായ ദേവാലയങ്ങളിൽ ഒന്നിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്. അതെ. ബഹുമാനപ്പെട്ട കൊള്ളനൂരച്ചൻ എന്ത് പറഞ്ഞിട്ടാ വിട്ടത്? പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിട്ടു. സമ്മാനം മേടിച്ചിട്ട് വരണമെന്ന് പറഞ്ഞോ? പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു വിട്ടു, അല്ലെങ്കിൽ പള്ളിയിലോട്ട് കയറ്റില്ല എന്ന് പറഞ്ഞോ? ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: ചില നിയമജ്ഞർ ശിഷ്യന്മാരോട് ചോദിച്ചു, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കുന്നതെന്ത്? ഈശോ ഇത് കേട്ടു. എന്നിട്ട് അവിടുന്ന് എന്താണ് മറുപടി പറഞ്ഞത്? അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കുന്നതെന്ത് എന്ന് അവർ പരസ്പരം പറയുന്നത് കേട്ടിട്ട് ഈശോ എന്താണ് മറുപടി പറഞ്ഞത്? ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെയല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉത്തരം ശരിയാണ് ടീം വടക്കഞ്ചേരി. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ആരെ വിളിക്കാനല്ല? നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് ഈശോ അരുൾ ചെയ്തത്. ടീം വടക്കഞ്ചേരി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം കൊടുന്തിരപ്പള്ളിക്കുള്ളതാണ്. ടീം കൊടുന്തിരപ്പള്ളി അതിമനോഹരമായ ഒരു പുതിയ ദേവാലയം ബഹുമാനപ്പെട്ട സിജോ അച്ഛൻ പണിത് മനോഹരമായൊരു ദേവാലയം. നിങ്ങൾ ആ ദേവാലയത്തിന് ചുറ്റുവട്ടത്തിൽ താമസിക്കുന്ന ആളുകളൊക്കെയാണ്, ശരിയല്ലേ? ബഹുമാനപ്പെട്ട അജി അച്ഛനാണ് നിങ്ങളുടെ വികാരി അച്ഛൻ. അച്ഛൻ എന്ത് പറഞ്ഞാൽ നിങ്ങൾ വിട്ടത്? നന്നായിട്ട് പെർഫോം ചെയ്യാൻ ആണോ? പ്രാർത്ഥിച്ച് വിട്ടിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുമെന്ന് അറിയാം. അച്ഛനറിയാം. ഞങ്ങൾ നോക്കട്ടെ. ചോദ്യം ഇതാണ്: മക്കളെയോ മറ്റുള്ളവരെയോ ദൈവത്തിലേക്ക് ആനയിക്കുന്നവർ അവരുടെ ആരായി മാറുന്നുവെന്നാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചത്. ആവർത്തിക്കണോ? വേണ്ട, എങ്കിലും ഉത്തരം പറഞ്ഞു. ആത്മീയ പിതാവായി. ഉത്തരം ശരിയാണ്. മക്കളെയോ മറ്റുള്ളവരെയോ ദൈവത്തിലേക്ക് നയിക്കുന്നവർ അവരുടെ ആത്മീയ പിതൃത്വത്തിൻ്റെ സ്ഥാനമേറ്റെടുക്കുന്നുവെന്നാണ്. ഉത്തരം ശരിയാണ് ടീം കൊടുന്തിരപ്പള്ളി. അഭിനന്ദനങ്ങൾ. 30 പോയിന്റുകൾ. നിങ്ങളുടെ വികാരി അച്ഛന് നിങ്ങളെക്കുറിച്ചുള്ള ധാരണ ശരിയാണെന്ന് ഞങ്ങൾക്കും ബോധ്യപ്പെടുകയാണ്. ടീം തത്തമംഗലം, അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. അങ്ങേയറ്റം ക്ഷമയിലും കഷ്ടപ്പാടിലും അധ്വാനത്തിലും ദിനംതോറുമുള്ള കണ്ണുനീരിലും ഞങ്ങൾ നിങ്ങൾക്ക് ജന്മമേകി. അങ്ങേയറ്റം ക്ഷമയിലും കഷ്ടപ്പാടിലും അധ്വാനത്തിലും ദിനംതോറുമുള്ള കണ്ണുനീരിലും ഞങ്ങൾ നിങ്ങൾക്ക് ജന്മമേകി. ഇത് ഏത് വിശുദ്ധൻ്റെ വാക്കുകളാണ്? വിശുദ്ധ ഇറനേവൂസ്. ഉത്തരം തെറ്റാണ്. തത്തമംഗലം പാസ് ചെയ്യപ്പെടുകയാണ്. വടക്കംചേരി, വിശുദ്ധ ശിമയോൻ. താപസ ശ്രേഷ്ഠനായ വിശുദ്ധ ശിമയോന്റെ വാക്കുകളാണിത്. അഭിനന്ദനങ്ങൾ വടക്കഞ്ചേരി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം വടക്കഞ്ചേരി പാസ് ചെയ്തു വന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിനെ തുടർന്ന് നേരിട്ടൊരു ചോദ്യം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ചോദ്യം ഇതാണ്: താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും എന്ത് ചെയ്യാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാണ് എന്നാണ് വിശുദ്ധ യാക്കോബ് പഠിപ്പിക്കുന്നത്. നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിച്ച. ഉത്തരം ശരിയാണ്. നാവിനെ നിയന്ത്രിക്കാതെ എന്നതാണ് അതിൻ്റെ ഉത്തരം. ടീം വടക്കഞ്ചേരി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ.
ഈ ചോദ്യത്തോടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒന്നാമത്തെ റൗണ്ടിൻ്റെ സമാപനത്തിൽ എന്താണ് പോയിന്റ് നില, ആരൊക്കെ മുന്നിട്ട് നിൽക്കുന്നു അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. റോസലിൻ, സ്നേഹ പറയൂ. ടീം കൊടുന്തുരപ്പള്ളി 60 പോയിന്റ്, ടീം തത്തമംഗലം 30 പോയിന്റ്, ടീം വടക്കഞ്ചേരി 80 പോയിന്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ റൗണ്ടിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ആര് പറയണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഉത്തരമറിയാമെങ്കിൽ നിങ്ങളുടെ മുൻപിലുള്ള ബസറിൻ്റെ സ്വിച്ച് അമർത്താം. ആദ്യം അമർത്തുന്ന ടീമിന് ഉത്തരം പറയാനുള്ള അവകാശം ലഭിക്കും. ക്വിസ് മാസ്റ്റർ ചോദ്യം ആരംഭിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് പോകാവുന്നതാണ്, ബസർ അമർത്താവുന്നതാണ്. നിങ്ങൾ ബസർ അമർത്തി കഴിഞ്ഞാൽ തൽക്ഷണം ഞാൻ ചോദ്യം അവിടെ വെച്ച് നിർത്തും. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കേൾക്കും. അതിനുശേഷം ചോദ്യം പൂർത്തീകരിക്കും. ശരിയെങ്കിൽ പോയിന്റ് നൽകും, അല്ലെങ്കിൽ ആ ചോദ്യം നിങ്ങളുടെ വലതുവശത്തേക്ക് പാസ് ചെയ്യും. ഇനി ബസർ അമർത്തുകയും ഉത്തരം പറയാതിരിക്കുകയോ ഉത്തരം തെറ്റിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പോയിന്റുകളിൽ നിന്ന് 5 പോയിന്റുകൾ എനിക്ക് തിരിച്ചു തരേണ്ടി വരും. ആരും ബസർ ചെയ്യാത്ത സാഹചര്യം ഉണ്ടാവുകയാണെന്ന് കരുതുക. 30 സെക്കൻഡുകൾ പൂർത്തിയാകുമ്പോൾ ഞാൻ പുതിയൊരു ഓപ്ഷൻ മുന്നോട്ട് വയ്ക്കും. നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് നിങ്ങളെ സഹായിക്കും. അവരുടെ സഹായത്തോടെ ഞങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസർ ചെയ്യാനുള്ള അവസരമുണ്ടായിരിക്കും. ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാം, എന്നിട്ട് ഉത്തരം പറയാം. പറഞ്ഞാൽ നിങ്ങൾക്ക് 20 പോയിന്റ് ലഭിക്കും. ഉത്തരം തെറ്റിയാൽ 5 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. വ്യക്തമായോ? ഒന്നാമത്തെ ചോദ്യം. ദാവീദ് ദേവാലയത്തിൽ പ്രവേശിച്ച് ടീം വടക്കഞ്ചേരി. ടീം വടക്കഞ്ചേരി, നിങ്ങളുടെ അസാമാന്യ ധൈര്യത്തെ ഞാൻ അത്ഭുതത്തോടെ കാണുകയാണ്. ചോദ്യം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ക്വിസ് മാസ്റ്റർ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കുന്നു. ആണോ? പറഞ്ഞു. ഉത്തരം മാത്രം, ഒന്നും കൂടരുത്, ഒന്നും കുറയരുത്. ദാവീദ് ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കാൻ അനുവാദം ഉള്ള കഴിച്ചപ്പം ഭക്ഷിക്കുകയും കൂടെയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു. ചോദ്യം ശ്രദ്ധിക്കും. ദാവീദ് ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തു. ആര് പ്രധാന പുരോഹിതനായിരുന്ന കാലത്താണ് ഇത് എന്നതായിരുന്നു ചോദ്യം. ടീം വടക്കഞ്ചേരി, നിങ്ങളുടെ എടുത്തുചാട്ടം നിങ്ങളെ ഉത്തരത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചിരിക്കുന്നു. പാസ് ചെയ്യപ്പെടുകയാണ് ടീം കൊടുന്തുരപ്പള്ളി. അബിയാദർ. ഉത്തരം ശരിയാണ്. ടീം കൊടുന്തുരപ്പള്ളിക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം വടക്കഞ്ചേരി, ഇതൊരു വല്ലാത്ത എടുത്തിയാട്ടമായിരുന്നു അല്ലേ? അല്ലേ? അതെ. അതെ, അതിന് വില കൊടുക്കേണ്ടി വരും. എനിക്ക് തരണം 5 പോയിന്റുകൾ. തരൂ. വിഷമായോ? ചെറുതായിട്ടല്ലേ? സാരമില്ല. രണ്ടാമത്തെ ചോദ്യം. ഞാൻ ദൂതൻ്റെ അടുത്തു ചെന്നു. ആ ചെറിയ ചുരുൾ ചോദിച്ചു. അവൻ പറഞ്ഞു. ആരാണ് ബസർ ചെയ്തിരിക്കുന്നത്? ടീം കൊടുന്തിരപ്പള്ളി. ടീം കൊടുന്തിരപ്പള്ളി. ചോദ്യം പൂർണ്ണമാകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ബസർ ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ക്വിസ് മാസ്റ്ററുടെ മൈൻഡ് വായിക്കാൻ പറ്റുമോ? പറ്റില്ല. ബഹുമാനപ്പെട്ട അജിയച്ചൻ അങ്ങനത്തെ സൂത്രം എന്തെങ്കിലും പഠിപ്പിച്ചു വിട്ടായിരുന്നോ? എങ്കിലും ഉത്തരം പറ, കേൾക്കട്ടെ. പറയൂ. ഇതെടുത്തു വിഴുങ്ങുക. അതാണ് ഉത്തരം. ചോദ്യം കേൾക്കാം. ഞാൻ ദൂതൻ്റെ അടുത്തു ചെന്നു. ആ ചെറിയ ചുരുൾ ചോദിച്ചു. അവൻ പറഞ്ഞു, ഇതെടുത്ത് വിഴുങ്ങുക. അത് വിഴുങ്ങുമ്പോൾ എങ്ങനെ അനുഭവപ്പെടുമെന്നാണ് ദൂതൻ പറഞ്ഞത് എന്നതായിരുന്നു ചോദ്യം. ടീം കൊടുന്തുരപ്പള്ളി, നഷ്ടപ്പെടുകയാണ് അവസരം. പാസ് ചെയ്യപ്പെടുന്നു ടീം തത്തമംഗലം. അത് ഉദരത്തിൽ ചെല്ലുമ്പോൾ കയ്പുള്ളതായി മാറും, എന്നാൽ വായിൽ തേൻ പോലെ മധുരിക്കും. ഉത്തരം ശരിയാണ്. അത് ഉദരത്തിൽ കയ്പായിരിക്കും, വായിൽ തേൻ പോലെ മധുരിക്കും. ടീം തത്തമംഗലം, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം കൊടുന്തുരപ്പള്ളി, നമ്മൾ തമ്മിലൊരു കണക്ക് തീർക്കാനുണ്ട്. എന്താണത്? 5 പോയിന്റ് തിരികെ തരണം. തിരിച്ചു തരാനുണ്ട്. ഇത്രയും സന്തോഷത്തോടെ ഇത് ഓർത്തിരിക്കുകയും തിരിച്ചു തരികയും ചെയ്യുന്നവരെ കാണുന്നത് എനിക്ക് തന്നെ സന്തോഷമാണ്. തന്നോളൂ. ടീം കൊടുന്തുരപ്പള്ളി, ചില ടീമുകളൊക്കെ -പോയിന്റ് തിരിച്ചു തരുന്നത്
വലിയ വ്യസനത്തോടെയാണ്. നമുക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: ആയിരുന്നവനും ആയിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എന്തെന്നാൽ അങ്ങ് വലിയ ശക്തി പ്രയോഗിക്കാനും ഭരിക്കാനും തുടങ്ങിയല്ലോ. ഇത് ആര് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞതാണ്? ടീം തത്തമംഗലം. ടീം തത്തമംഗലം, നിങ്ങളാണ് ബസർ ചെയ്തിരിക്കുന്നത്. ഉത്തരം പറയൂ. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന 24 ശ്രേഷ്ഠന്മാർ. ഉത്തരം ശരിയാണ്. സിംഹാസനങ്ങളിലിരിക്കുന്ന 24 ശ്രേഷ്ഠന്മാരാണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇത് പറഞ്ഞത്. ടീം തത്തമംഗലം, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. കാരണം എന്താണ്? ടീം വടക്കഞ്ചേരി, നിങ്ങളാണ് ബസർ ചെയ്തിരിക്കുന്നത്. ഉത്തരം പറയൂ. ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല. ഉത്തരം ശരിയാണ്. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല, ദൈവം ഒരിക്കലും പരീക്ഷിക്കപ്പെടുന്നുമില്ല. ടീം വടക്കഞ്ചേരി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം: അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുൻപിൽ വീണ് നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈശോ അവയ്ക്ക് നൽകിയ ടീം കൊടുന്തിരപ്പള്ളി, ഈ ചോദ്യം എവിടേക്കാണ് പോകുന്നത്, ഏത് ദിശയിലേക്കാണ് എന്ന് വല്ല ധാരണയുണ്ടോ? വ്യക്തമായി അറിയില്ല, എങ്കിലും ഉത്തരം പറ, നമുക്ക് ശ്രമിക്കാം. അവയ്ക്ക് കർശനമായ താക്കീത് നൽകി. തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായ താക്കീത് നൽകി. ചോദ്യം വായിക്കാം. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുൻപിൽ വീണ് നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈശോ അവയ്ക്ക് നൽകിയ കർശനമായ താക്കീത് എന്തായിരുന്നു? നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. തന്നെ വെളിപ്പെടുത്തരുത് എന്നാണ് അവയ്ക്ക് കർത്താവ് നൽകിയ കൽപ്പന. ടീം കൊടുന്തലപ്പള്ളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിലെ അവസാനത്തെ 30 പോയിന്റുകൾ ആർക്കുള്ളതാണ് എന്ന് തീരുമാനിക്കപ്പെടുന്ന നിർണായകമായ സംഘർഷഭരിതമായ നിമിഷങ്ങളാണ്. ചോദ്യം ഇതാണ്: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ ആരാണ് ബസർ ചെയ്തിരിക്കുന്നത്? ടീം കൊടുന്തിരപ്പള്ളി. ടീം കൊടുന്തിരപ്പള്ളി തന്നെയാണ് വീണ്ടും ബസർ ചെയ്തിരിക്കുന്നത്. ടീം കൊടുന്തിരപ്പള്ളി, ടീം കൊടുന്തിരപ്പള്ളി, ഉത്തരം പറയാം. പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനെ പാപത്തിൽ നിന്ന് മോചനമില്ല, അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. നിങ്ങളുടെ ഉത്തരം ഈ വാചകമാണ് അല്ലേ? ഒന്നും കൂടാൻ പാടില്ല, ഒന്നും കുറയാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഉത്തരം മാത്രം ഒന്നുകൂടെ പറയാം. പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനെ പാപത്തിൽ നിന്ന് മോചനമില്ല. ചോദ്യം: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ ആർക്കാണ് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ലെന്നും അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകുമെന്നും ഈശോ പറയുന്നത്? ടീം കൊടുന്തിരപ്പള്ളി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവരെ കുറിച്ചാണത്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ നമുക്ക് അന്വേഷിക്കാം എന്താണ് സ്കോർ ബോർഡ്. ടീം വടക്കഞ്ചേരി 105 പോയിന്റ്സ്, ടീം തത്തമംഗലം 80 പോയിന്റ്സ്, ടീം കൊടുന്തിരപ്പള്ളി നേടിയിരിക്കുന്നു 135 പോയിന്റ്സ്. ഈ മത്സരത്തിന്റെ 3ാം റൗണ്ടിലേക്ക് നാം പോവുകയാണ്. നമുക്ക് ലഭ്യമായിരിക്കുന്ന സ്ക്രീനിൽ നിങ്ങൾക്കായി ചോദ്യം തെളിയും. അതൊരു ചിത്രമാണ്. ആ ചിത്രം ആരാണ് അഥവാ എന്താണ് എന്ന് തിരിച്ചറിയുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കൃത്യമായി നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് 30 പോയിന്റുകളാണ്. നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം നിങ്ങൾക്ക് തേടാം. ലഭിക്കാനിരിക്കുന്നത് 20 പോയിന്റുകളാണ്.
എന്നിട്ടും സാധിക്കുന്നില്ലെങ്കിൽ ആ ചോദ്യം നിങ്ങളുടെ വലതുവശത്തേക്ക് പാസ് ചെയ്യപ്പെടും. വ്യക്തമായോ? ടീം തത്തമംഗലം ചിത്രങ്ങൾ നോക്കി പഠിക്കുകയൊക്കെ ചെയ്തായിരുന്നോ? ആണോ? എവിടെയാണ് ചിത്രങ്ങൾ പഠിച്ചത്? ശാലും മാസികയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. മാസികയാണോ പത്രമാണോ പഠിച്ചത്? അല്ല, പത്രയ. ശാലം ശാലം പത്രികയിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. പിന്നെ ബൈബിളിൽ നിന്നും ഭാഗങ്ങൾ ഓർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും. നമുക്ക് പോകാം. വിഷ്വൽ. സൈപ്രസിലെ തൻ്റെ അപ്പസ്തോലിക സന്ദർശനത്തിനിടെ മാർപ്പാപ്പ സന്ദർശിച്ച ഒരു പ്രമുഖ വ്യക്തിയാണ് മാർപ്പാപ്പയുടെ കൂടെ ചിത്രത്തിൽ. ഇദ്ദേഹം സൈപ്രസിലെ ഓർത്തഡോക്സ് സഭയുടെ ആർച്ച് ബിഷപ്പാണ്. ഈ വ്യക്തിയുടെ പേരെന്താണ്? ക്രിസ്റ്റോ തോമസ് രണ്ടാമൻ. ഉത്തരം ശരിയാണ്. തത്തമംഗലം ആർച്ച് ബിഷപ്പ് ക്രിസോസ് തോമസ് രണ്ടാമനാണ് നിങ്ങൾ കണ്ട വ്യക്തി. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അല്പം ഗ്രീക്ക് ഓർത്തഡോക്സ് ടച്ച് ഉള്ള പേരൊക്കെ ആയതുകൊണ്ട് പൂർണ്ണമായും എല്ലാ അക്ഷരങ്ങളും ശരിയാകണമെന്നില്ല. എങ്കിൽ പോലും നിങ്ങളുടെ ഉത്തരം ശരിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പോയിന്റ് തന്നത്. അടുത്ത ചോദ്യം ടീം വടക്കഞ്ചേരിക്കുള്ളതാണ്. നിങ്ങളും ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ മാത്രം ഒരുങ്ങിയിട്ടുണ്ട് അല്ലേ? പോകാം വിഷ്വലിലേക്ക്. അമേരിക്കയിലെ ഒരു ചരിത്ര സ്മാരകമാണ് ഇതിപ്പോൾ. അറ്റ്ലാന്റിക് കടലിന് അഭിമുഖമായി നിർമ്മിച്ചിരിക്കുന്ന ഈ വസതി അഭിഭാഷകനും US കോൺഗ്രസ് അംഗവുമായിരുന്ന വാൾട്ടർ ഗ്രേഷാമിൻ്റെ ആയിരുന്നു. 1900-ലെ പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് താമസിക്കുന്നതിനായി ഗ്രേഷാം കുടുംബം ഈ വസതി വിട്ടു നൽകി. 1923-ൽ ഈ കെട്ടിട സമുച്ചയം ഹൂസ്റ്റൺ കത്തോലിക്ക രൂപത വിലയ്ക്ക് വാങ്ങി ബിഷപ്സ് ഹൗസ് ആക്കി മാറ്റി. ഏതാണ് അമേരിക്കയിലെ 100 ആർക്കിടെക്ചറൽ കേന്ദ്രങ്ങളിലൊന്നായി പ്രഖ്യാപിക്കപ്പെട്ട ഈ മന്ദിരം? ഹൂസ്റ്റൺ ഗാൽവനിയോ എന്ന ബിഷപ്പ് പാലസ്, അമേരിക്കയിൽ. ഉത്തരം ഏതാണ്ട് ശരിയാണ്. വ്യക്തമാക്കി പറയാം. ഹൂസ്റ്റൺ ഗാൽവനിയോ എന്ന ബിഷപ്പ് പാലസ് അമേരിക്കയിലുള്ളത്. ഉത്തരം അല്പം അവ്യക്തതയുണ്ടെങ്കിലും ശരിയാണത്. ഹൂസ്റ്റൺ ഗാൽവെസ്റ്റൺ ബിഷപ്സ് പാലസ് ആണ് ചിത്രത്തിൽ കണ്ടത്. ടീം വടക്കഞ്ചേരി നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം കൊടുന്തിരപ്പള്ളി നിങ്ങൾക്കുള്ള ചോദ്യമാണ് ചിത്രത്തിൽ കാണാം. ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ ഇന്ത്യൻ സംഗീതത്തെയും ക്ലാസിക്കൽ ഡാൻസിനെയും കൂട്ടുപിടിച്ച വൈദികൻ. ഡിവൈൻ വേർഡ് അംഗമായിരുന്ന ഇദ്ദേഹം ഹിന്ദി സംഗീതത്തിൽ അഗ്രഗണ്യനായിരുന്നു. രക്ഷാകര ചരിത്രത്തെ ആസ്പദമാക്കി നിർമ്മിച്ച പ്രേം രംഗിണി എന്ന സംഗീത ബാലെ ഇന്ത്യയിലും വിദേശത്തുമായി 500-ലധികം സ്റ്റേജുകളിൽ അവതരിപ്പിക്കപ്പെട്ടു. സിംഗിങ് മിഷണറി, ഡാൻസിംഗ് മിഷണറി, ഭജൻ, ചാൻറ്റിംഗ്, കാത്തലിക് പ്രീസ്റ്റ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന ഈ വൈദികൻ ആരാണ്? ഫാദർ ചാൾസ് വാസ്. ഉത്തരം ശരിയാണ്. ടീം കൊടുന്തിരപ്പള്ളി അത് ഫാദർ ചാൾസ് വാസ് ആണ്. അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. വിഷ്വൽ റൗണ്ട് പൂർണ്ണമാകുമ്പോൾ നമുക്ക് അന്വേഷിക്കാം എന്താണ് സ്കോർ നില. ടീം വടക്കഞ്ചേരി 135 പോയിന്റ്, ടീം തത്തമംഗലം 110 പോയിന്റ്, ടീം കൊടുന്തിരപ്പള്ളി 165 പോയിന്റ്. ഏറെ രസകരമായ എന്നാൽ കൂടുതൽ കൃത്യത ആവശ്യമുള്ള, പ്രത്യക്ഷത്തിൽ എളുപ്പമെന്ന് തോന്നിക്കുന്ന പുതിയ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 2 ബോളുകളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ചോദ്യത്തിന് അതെയെങ്കിൽ അതെ എന്നും അല്ല എങ്കിൽ അല്ല എന്നും ശരിയെങ്കിൽ ശരിയെന്നും തെറ്റെങ്കിൽ തെറ്റെന്നും മാത്രമേ നിങ്ങൾ ഉത്തരം പറയേണ്ടതുള്ളൂ. ഇനി നിങ്ങളുടെ ഉത്തരം ശരിയെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും 30 പോയിന്റുകൾ, ഉത്തരം തെറ്റെങ്കിൽ 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാം ഉത്തരത്തിന് മുൻപ്. ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 20 പോയിന്റുകളാണ്. എന്നിട്ടും ഉത്തരം തെറ്റിയാൽ 15 പോയിന്റുകൾ ക്വിസ് മാസ്റ്റർ തിരിച്ചെടുക്കും. വിഷമായോ?
ഇല്ല, സന്തോഷമാണ്. ക്വിസ് മാസ്റ്റർക്ക് ധാരാളം പോയിന്റുകൾ കൊടുക്കാൻ നിങ്ങൾക്ക് സന്തോഷമാണ് എന്ന് എനിക്കറിയാം. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ടീം വടക്കഞ്ചേരി, നിങ്ങൾക്കുള്ളതാണ് ചോദ്യം. ഓരോ വാക്കും ശ്രദ്ധിച്ച് കേൾക്കണം. ചോദ്യം ഇതാണ്: ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. ഞാൻ ആവർത്തിക്കാം. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ശരിയാണ്. ഉറപ്പുണ്ടോ? നിങ്ങളുടെ ഉറപ്പിന് ലഭിക്കുന്നു 30 പോയിന്റുകൾ. ടീം വടക്കഞ്ചേരി, അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം കൊടുന്തിരപ്പള്ളിക്കുള്ളതാണ്. ടീം കൊടുന്തിരപ്പള്ളി ചോദിക്കാൻ പോവുകയാണ്: ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് ഇസ്രയേലിൽ ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് അഭിവാദനം. യാക്കോബിൻ്റെ ലേഖനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ശരിയോ തെറ്റോ? തെറ്റ്. തെറ്റാണോ? എന്താ തെറ്റതിനകത്ത്? വിജാതിയുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് എഴുതുന്നത്. ഉത്തരം ശരിയാണ്. വിജാതിയരുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്ന ഡയസ്പൊറ ജ്യൂസ്. 12 ഗോത്രങ്ങൾക്ക് ചിതറിപ്പാർക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ഡയസ്പൊറ. ടീം കൊടുതിരപ്പള്ളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം തത്തമംഗലം, ചോദ്യം ഇതാണ്: വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനങ്ങളിൽ ആദ്യം രചിക്കപ്പെട്ടത് 3-ാം ലേഖനമായിരുന്നിരിക്കണം. അത് സഭാഭരണ സംബന്ധമായ തർക്കം തീർക്കുന്നതിനു വേണ്ടി എഴുതപ്പെട്ടതുമാണ്. ഞാൻ ആവർത്തിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനങ്ങളിൽ ആദ്യം രചിക്കപ്പെട്ടത് 3-ാം ലേഖനമായിരുന്നിരിക്കണം. അത് സഭാഭരണ സംബന്ധമായ തർക്കം തീർക്കുന്നതിനു വേണ്ടി എഴുതപ്പെട്ടതുമാണ്. ശരിയോ തെറ്റോ? ശരിയാണ്. 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണ്. ഉറപ്പാണ്? ഉറപ്പാണത്. ശരിയാണത്. ടീം തത്തമംഗലം, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ ആദ്യഘട്ടം ഇവിടെ പൂർത്തിയാവുകയും 2-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയുമാണ്. ഈ 2-ാം ഘട്ടം, അതിൻ്റെ പ്രത്യേകത ചോദ്യങ്ങൾ നേരിട്ട് ഹെൽപ്പ് ഡെസ്കിനുള്ളതാണ് എന്നുള്ളതാണ്. ഹെൽപ്പ് ഡെസ്ക്, നിങ്ങൾക്ക് സന്തോഷമായോ? ഞങ്ങളോടാരും ചോദിക്കുന്നില്ലേ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുമായിരുന്നു ആണോ? ടീം കൊടുതിരപ്പള്ളി, ഞങ്ങളെ ക്വിസ് മാസ്റ്റർ പാടെ അവഗണിച്ചിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മത്സരത്തിന് ഞങ്ങളില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു വിഷമവും ഇല്ല. ചോദ്യം അവരോട് ചോദിച്ചാൽ മതി, ഞങ്ങൾ ഇവിടുന്ന് കണ്ടോളാം, കൈയടിച്ചോളാം അല്ലേ? ടീം കൊടുതിരപ്പള്ളി, എങ്ങനെയാണ് നിങ്ങളുടെ ഇടവകയിലെ മാതൃസംഘം? വളരെ നന്നായിട്ട് ആക്റ്റീവായിട്ട് പോകുന്ന ആക്റ്റീവായിട്ടൊക്കെ പോകുന്നത്. നിങ്ങൾ എന്തൊക്കെ ചെയ്യാറുണ്ട് പള്ളിയിൽ? പൊതിച്ചോറ് വിതരണം അങ്ങനെയുള്ളത് എല്ലാ മാസങ്ങളിലും നമ്മൾ പാവങ്ങൾക്കുള്ളതിൻ്റെ അത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എല്ലാം നിർത്താതെ തന്നെ പോകുന്നുണ്ട്. നിങ്ങളുടെ ദേവാലയം വളരെ മനോഹരമായ ഒരു ദേവാലയമാണ്, വളരെ മനോഹരമായ ദേവാലയം. നിങ്ങളൊരു ചെറിയ ഇടവകയാണെങ്കിൽ പോലും അതിൻ്റെ ഓരോ ഇഞ്ചിലും ഓരോ കല്ലിലും നിങ്ങളുടെ വിയർപ്പും പതിഞ്ഞിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ദേവാലയത്തോടൊക്കെയുള്ള ഒരു സ്നേഹമാണ് അത് സൂചിപ്പിക്കുന്നത്. മനോഹരമായിരിക്കുന്നു. ചോദ്യം ഇതാണ്: സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. ആവർത്തിക്കാം. സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുള്ളവനുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. ശരിയോ തെറ്റോ? ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണെന്നോ? ഞാൻ പറഞ്ഞത് ശരിയാണ്. ശരിയാണ്. ഞാൻ പറഞ്ഞത് ശരി, അല്ലെങ്കിലും ഞാൻ ശരിയായിട്ടാണല്ലോ പറയാറ് അല്ലേ? ടീം കൊടുതിരപ്പള്ളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം തത്തമംഗലം, ബഹുമാനപ്പെട്ട ബെറ്റ്സൻ തൂക്കുപറമ്പിലച്ഛനാണ് നിങ്ങളുടെ വികാരി അച്ഛൻ അല്ലേ? അച്ഛൻ ചെയ്ത ഒരു വലിയൊരു നന്മ, അത് വളരെ പ്രസിദ്ധമാണ്. എന്താണത്? കിഡ്നി ദാനം ചെയ്തു. യെസ്, അച്ഛൻ തൻ്റെ ഒരു കിഡ്നി ഒരു രോഗിയായ വ്യക്തിക്ക് ദാനം ചെയ്ത അച്ഛനാണ്. എനിക്കറിയാം അച്ഛനെ. അച്ഛൻ നല്ല അജപാലന തീക്ഷ്ണതയുള്ള അച്ഛനാണ്. അച്ഛൻ നിങ്ങളെ എങ്ങനെയാണ് ഈ പഠനത്തിന് പ്രോത്സാഹിപ്പിച്ചത്? അച്ഛൻ്റെ പ്രാർത്ഥന. അച്ഛൻ നിങ്ങളെ എങ്ങനെയാണ് ഈ മത്സരത്തിലേക്ക് കൊണ്ടുപോയതും പഠിക്കാനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്ത് എങ്ങനെയാണ്? പെനുവൽ ക്വിസിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് അച്ഛൻ കൂടെ ചോദിക്കും. നന്നായി പഠിക്കണം എന്ന് പറയും, നന്നായി നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങണമെന്ന് പറയും.
ആവശ്യമായ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി ഉണ്ട്. എന്നിട്ട് നിങ്ങളിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ആനിമേറ്റർ സിസ്റ്റർ ഞങ്ങൾക്ക് നല്ല ഹെൽപ്പായിരുന്നു. അപ്പോൾ സിസ്റ്റർ നല്ല നിർദ്ദേശങ്ങളൊക്കെ തരും. ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിൽ വന്നിരുന്ന് ഈ മത്സരത്തിന് ഒരുങ്ങിയപ്പോൾ നിങ്ങളിൽ എന്തെങ്കിലും ആന്തരികമായ പരിവർത്തനം, മാറ്റം, പുരോഗതി ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? വചനം പഠിക്കാനായിട്ട് ഒരു ആഗ്രഹം കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ പഠിക്കും തോറും അതൊരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ അനുഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് നമ്മുടെ മക്കൾക്ക് നമ്മളൊരു മാതൃകയാണ്. നമ്മളിങ്ങനെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോഴാണല്ലോ നമ്മുടെ മക്കൾക്ക് പങ്കെടുക്കാനൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അത് ശരിയാണ്. നമ്മൾ വചനം പഠിക്കുകയും നമ്മൾ മുന്നിട്ടിറങ്ങുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതൊരു വലിയ പ്രചോദനമാകും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സമൃദ്ധമായ പ്രചോദനം ഉണ്ടാകട്ടെ. ടീം തത്തമംഗലം, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ഈശോയുടെ ശിഷ്യന്മാരിൽ 2 യൂദാസുമാരുണ്ടായിരുന്നു. ഒന്ന് ഈശോയെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത, മറ്റൊന്ന് യാക്കോബിൻ്റെ പുത്രനായ യൂദാസ്. അദ്ദേഹമായിരിക്കണം യൂദാസിൻ്റെ ലേഖനത്തിൻ്റെ രചയിതാവ് എന്നാണ് പാരമ്പര്യം. ശരിയോ തെറ്റോ? ആലോചന ചോദിക്കാം, എന്നിട്ട് ഉറപ്പുവരുത്തിയിട്ട് ഉത്തരം പറയാം. ശരിയാണ്, അദ്ദേഹമായിരിക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ? ടീം തത്തമംഗലം, നിങ്ങളുടെ പ്രതീക്ഷകൾ തെറ്റാണ്. പാരമ്പര്യം ഒരിക്കലും അപ്പസ്തോലനായ യൂദാസുമായി ഇതിനെ ബന്ധിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് പോയിന്റ് നഷ്ടമാവുകയാണ്. സാരമില്ല, നമുക്ക് പോകാം. ടീം വടക്കഞ്ചേരി, നിങ്ങളുടെ ഇടവകയിൽ ഒത്തിരി അമ്മമാരുണ്ടോ? ഒത്തിരി അമ്മമാരുണ്ട്. ഒരു അമ്മയുടെ ഏറ്റവും വലിയ നിർവൃതി, സന്തോഷം, അത് എന്ത് കാര്യത്തിലാണ്? മക്കൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വളരുന്നത്. മക്കൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വളരുമ്പോഴാണ്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളുടെ ജനനവും അവരെ പരിശുദ്ധാത്മാവിൽ വളർത്തുന്നതുമൊക്കെയാണ് സത്യത്തിൽ ഒരു അമ്മയുടെ നിർവൃതി എന്ന് പറയുന്നത്. ഈ ആധുനിക കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ ജനനത്തിനെതിരെ നടക്കുന്ന വലിയൊരു തിന്മയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്മമാരെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അതിനെക്കുറിച്ച് അവബോധമുള്ളവരാണോ? അതെ. എന്താണത്? മക്കളെ വൈകി കല്യാണം കഴിപ്പിക്കുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞാൽ ആദ്യ ഒരു വർഷം ഒരു ഫ്രീ ആയിട്ട് നടക്കണം എന്നുള്ളൊരു തോന്നല്. അതിനൊക്കെ അമ്മമാര് സപ്പോർട്ട് ചെയ്യാന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല. കുറച്ച് അമ്മമാരൊക്കെ അതിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യണ്ടെന്നാണ് തോന്നുന്നത്, അല്ലെ? വിവാഹം എന്ന കൂദാശ വൈകിപ്പിക്കുന്നു, പിന്നീട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനെ വൈകിപ്പിക്കുന്നു. കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയി ഇത്ര പെട്ടെന്നായോ? അങ്ങനെയൊക്കെ അമ്മമാര് തന്നെ ചോദിക്കുവാണ്, അല്ലെ? ഒരിക്കലും സംഭവിക്കരുതാത്തതാണ്. അമ്മമാരായിരിക്കുന്ന നിങ്ങളാണ്, അഥവാ ആ മാതൃസംഘമാണ് കൂടുതൽ കുഞ്ഞുങ്ങൾ വരട്ടെ, അമ്മമാർ കൂടുതൽ ഫലപുഷ്ടിയുള്ളവരാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും അത് പ്രചരിപ്പിക്കുകയും കുഞ്ഞുങ്ങളെ നിർബന്ധിക്കുകയും ചെയ്യേണ്ടവർ. ശരിയല്ലേ? അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ധാരാളമായിട്ടുണ്ട്. തീർച്ചയായിട്ടും. നിങ്ങളുടെ തിരിച്ചറിവ് അഭിനന്ദനാർഹമാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ തിരിച്ചറിവിനനുസൃതമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ജീവന്റെ സുവിശേഷത്തിന്റെ പ്രചാരകരാകാനുള്ള വലിയ വിളിയാണ് അമ്മമാർക്കുള്ളത്. ടീം വടക്കഞ്ചേരി, നിങ്ങളുടെ മാതൃസംഘം വളരെ വലുതാണ്. നിങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചാൽ വലിയ മാറ്റം ഉണ്ടാകും. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ചാക്കൊടുത്ത് 40 ദിവസം പ്രവചിക്കാൻ ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് അനുവാദം കൊടുക്കും. ആവർത്തിക്കാം. ചാക്കൊടുത്ത് 40 ദിവസം പ്രവചിക്കാൻ ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് അനുവാദം കൊടുക്കും. ശരിയോ തെറ്റോ? ശരിയാണ്, പക്ഷേ ഉത്തരം തെറ്റാണ്. 40 ദിവസമല്ല, 1260 ദിവസമാണ്. കൃത്യമായി നമ്പറുകളൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു, അല്ലേ? സാരമില്ല ടീം വടക്കഞ്ചേരി, നിങ്ങൾക്ക് ഈ പോയിന്റ് നഷ്ടപ്പെട്ടാലും ധാരാളം പോയിന്റുകൾ നിങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് അന്വേഷിക്കാം എന്താണ് സ്കോർ നില. ടീം വടക്കഞ്ചേരി 165 പോയിന്റ്സ്, ടീം തത്തമംഗലം 140 പോയിന്റ്, ടീം കൊടുന്തിരപ്പള്ളി 225 പോയിന്റ്സ്. ഈ മത്സരത്തിന്റെ ഏറ്റവും രസകരവും ഉദ്വേഗഭരിതവുമായ അവസാനത്തെ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ റൗണ്ടിലെ ചോദ്യങ്ങൾ നിങ്ങൾ വാങ്ങേണ്ടതാണ്, വില കൊടുത്തു വാങ്ങേണ്ടതാണ്. തുടർച്ചയായി പരമാവധി 3 ചോദ്യങ്ങൾ വരെ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാം. മൂന്നാമത്തെ ചോദ്യത്തിന് അതാവില്ല. ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെ പറയുന്ന ഉത്തരത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ മുടക്കിയ പോയിന്റുകൾ മാത്രമായിരിക്കും. 40 പോയിന്റിൻ്റെ ചോദ്യം ആണെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെയാണ് ഉത്തരം പറയുന്നതെങ്കിൽ തിരികെ കിട്ടാൻ പോകുന്നത് 40 പോയിന്റ് മാത്രമായിരിക്കും.
വ്യക്തമാണോ? നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ അവസരം ടീം കൊടുന്തിരപ്പള്ളിയുടേതാണ്. ടീം കൊടുന്തിരപ്പള്ളി 30 പോയിന്റുകൾ എടുത്ത് കൊടുക്കാവുന്ന അവസ്ഥയിലാണോ നിങ്ങൾ? കൊടുക്കാം. തന്നു. 30 പോയിന്റുകൾ കൊടുത്ത് 60 പോയിന്റുകൾ കരസ്ഥമാക്കാനുള്ള ശ്രമമാണ്. ചോദ്യം ഇതാണ്: പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിലുറച്ചു നിൽക്കുകയും ചെയ്യുന്നത് ആരാണ്? ചോദ്യം ഇതാണ്: പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിലുറച്ചു നിൽക്കുകയും ചെയ്യുന്നത് ആരാണ്? അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ. ഏതനുസരിച്ച്? വചനമനുസരിച്ച് പ്രവർത്തിക്കുന്നവർ. ഉത്തരം ശരിയാണ്. കേട്ടത് മറക്കുന്നവനല്ല, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് എന്നതാണ് എൻ്റെ ശരിയായ ഉത്തരം. ടീം കൊടുതിരപ്പള്ളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഇരട്ടി പോയിന്റുകൾ, 60 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. 60 പോയിന്റുകളാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്നൊരു 40 കൊടുത്ത് 80ൻ്റെ ചോദ്യം വാങ്ങണോ? വാങ്ങും. ചോദ്യം ഇതാണ്: ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് തൻ്റെ ദുർമുഖങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാവുമ്പോഴാണ്. ഉത്തരം ശരിയാണ്. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ടീം കൊടുന്തിരപ്പള്ളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യത്തിന് 50 പോയിന്റുകൾ വില കൊടുക്കേണ്ടി വരും. അത്രയും വില കൊടുക്കാനുള്ള സാധ്യത ഇപ്പോൾ നിങ്ങൾക്കുണ്ടോ? ഉണ്ട്. ഉണ്ട്. കൊടുക്കും. കൊടുക്കുന്നു. തരും. ചോദ്യം ഇതാണ്: ഈശോയുടെ പരസ്യജീവിത ശുശ്രൂഷകൾ കണ്ട് അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് സ്വന്തക്കാർ പറഞ്ഞു. വളരെ വിചിത്രമായ ഒരു പരാമർശമാണതും സ്വന്തക്കാരുടെ അടുത്ത് നിന്ന്. ഈശോയുടെ പരസ്യജീവിത ശുശ്രൂഷകൾ കണ്ട് അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് സ്വന്തക്കാർ പറഞ്ഞു. ജെറൂസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ മറ്റൊരു കാര്യമാണ് പറഞ്ഞത്. അവരെന്താണ് പറഞ്ഞത്? അവനെ ബെയൽസബൂൽ ആവേശിച്ചിരിക്കുന്നു. പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത്. ഉത്തരം ശരിയാണ്. അവനെ ബെയൽസബൂൽ ആവേശിച്ചിരിക്കുന്നുവെന്നാണ് അവർ പറഞ്ഞത്. ടീം കൊടുന്തിരപ്പള്ളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. വല്ലാത്ത ഒരു ആശ്വാസവും സന്തോഷമൊക്കെ ആയല്ലേ? തീർച്ചയായിട്ടും ആയി. നിങ്ങളുടെ സന്തോഷം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ടീം കൊടുന്തിരപ്പള്ളി, നമുക്ക് പോവുകയാണ് ടീം തത്തമംഗലം. 30 പോയിന്റുകൾ കൊടുത്ത് 60-ന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന് നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണ്. തന്നോളൂ. മുപ്പത് പോയിന്റ് നൽകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ചോദ്യം ഇതാണ്: പിന്നെ അവൻ മലമുകളിലേക്ക് കയറി 12 അപ്പസ്തോലന്മാരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. അവരെ അപ്പസ്തോല ശുശ്രൂഷ ഭരമേൽപ്പിച്ചു. എന്ത് മാനദണ്ഡമനുസരിച്ചാണ് അഥവാ എന്ത് പരിഗണിച്ചാണ് കർത്താവ് അവരെ വിളിച്ചത് എന്നാണ് വചനത്തിൽ നാം വായിക്കുന്നത്. എന്ത് മാനദണ്ഡം അനുസരിച്ചാണ് അഥവാ എന്ത് കാരണത്താൽ, എന്ത് പരിശോധിച്ചിട്ട് ആണ്, എന്തിനാലാണ് കർത്താവ് അവരെ വിളിച്ചത് എന്നാണ് വചനത്തിൽ നാം വായിക്കുന്നത്. ആലോചിച്ച് ഉത്തരം പറയാം. എന്നോട് കൂടെ ആയിരിക്കുന്നതിനും സുവിശേഷം പ്രസംഗിക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനുമായിട്ടാണ്. ടീം തത്തമംഗലം, നിങ്ങളുടെ ഉത്തരം എൻ്റെ ചോദ്യത്തിൻ്റെതായിരുന്നില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് 30 പോയിന്റ്. എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് ഈശോ അവരെ വിളിച്ചത് എന്നാണ് ചോദ്യം. സത്യത്തിൽ പ്രത്യേകിച്ചൊരു മാനദണ്ഡവുമില്ല. ആകെയുള്ള മാനദണ്ഡം അവന് അവരെ ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമാണ്.
തനിക്കിഷ്ടപ്പെട്ടവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു എന്നാണ് വചനം വായിക്കുന്നത്. അതുമാത്രമായിരുന്നു മാനദണ്ഡം. ടീം തത്തമംഗലം, നിങ്ങൾക്ക് നഷ്ടമാവുകയാണ് നിങ്ങൾ തന്ന 30 പോയിന്റുകൾ. വിഷമിക്കേണ്ട കാര്യമില്ല, ഇനിയുമുണ്ട് അവസരം. അടുത്ത ചോദ്യം എടുക്കുന്നോ? നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിനോട് അഭിപ്രായം ചോദിക്കണോ? ചോദിച്ചു. ഓക്കെ, നിങ്ങൾക്ക് തീരുമാനിക്കാം. പറഞ്ഞോളൂ. തയ്യാറാണ്. തയ്യാറാണ്. 40 പോയിന്റുകൾ കൈവിട്ട് മത്സരിക്കാൻ തയ്യാറാണ്. തന്നോളൂ 40 പോയിന്റുകൾ. ചോദ്യം ഇതാണ്. വിശുദ്ധ യോഹന്നാന്റെ 2-ാം ലേഖനം എന്ത് ചോദ്യം ചെയ്തവർക്ക് അഥവാ ഏത് വിശ്വാസ സത്യത്തെ ചോദ്യം ചെയ്തവർക്കുള്ള മറുപടിയാണ്? വിശുദ്ധ യോഹന്നാന്റെ 2-ാം ലേഖനം എന്ത് ചോദ്യം ചെയ്തവർക്ക് അഥവാ ഏത് വിശ്വാസ രഹസ്യത്തെ ചോദ്യം ചെയ്തവർക്കുള്ള മറുപടിയാണ്? പത്ത് സെക്കൻഡുകൾ കൂടി. സഭയിൽ പ്രവർത്തിച്ചു വരുന്ന വ്യാജ പ്രബോധകരുടെ തിന്മകൾക്കെതിരായി വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി. നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഉത്തരം തെറ്റാണ് ടീം തത്തമംഗലം. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തെ ചോദ്യം ചെയ്തവർക്കുള്ള മറുപടിയാണ്. ശരിയല്ലേ? നിങ്ങളുടെ ഉത്തരം നിർഭാഗ്യവശാൽ തെറ്റിപ്പോയിരിക്കുന്നു. ആ പോയിന്റുകളും ക്വിസ് മാസ്റ്ററുടേതാവുകയാണ്. അടുത്ത ചോദ്യം 100 പോയിന്റിൻ്റെ ചോദ്യമാണ്. നിങ്ങൾ എടുക്കണോ? 50 പോയിന്റുകൾ തരേണ്ടി വരും. എന്ത് തീരുമാനിക്കുന്നു? തീരുമാനിച്ചോളൂ. തയ്യാറാണ്. തയ്യാറാണ്. തരൂ. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് എന്ന് പറഞ്ഞിട്ട് 2 കാര്യങ്ങൾ വിശുദ്ധ യാക്കോബ് പറയുന്നുണ്ട്. ഒന്നാമത്തേത് അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക എന്നതാണ്. രണ്ടാമത്തേത് എന്താണ്? ചോദ്യം ആവർത്തിക്കാം. പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി. ഒന്നാമത് അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് എന്താണ്? ലോകത്തിൻ്റെ കളങ്കമേശാതെ തന്നെ സൂക്ഷിക്കും. ഉത്തരം ശരിയാണ്. ലോകത്തിൻ്റെ കളങ്കമേശാതെ തങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ടീം തത്തമംഗലം, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. നഷ്ടപ്പെട്ട പോയിന്റ് മുഴുവനും തിരിച്ചു പിടിച്ചു അല്ലേ? നമുക്ക് പോകാം ടീം വടക്കഞ്ചേരി. ആദ്യത്തെ ചോദ്യത്തിൻ്റെ വില 30 പോയിന്റാണ്. തരുന്നോ? ഫ്രാൻസിസ് മാർപ്പാപ്പ ഈയിടയ്ക്ക് സൈപ്രസ് എന്ന ചെറിയ രാജ്യം സന്ദർശിച്ചിരുന്നത് നിങ്ങൾ വായിച്ചു കാണും. ശാലംപത്രമൊക്കെ വായിക്കാറുണ്ട്. ചോദ്യം ഇതാണ്. എന്തായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സൈപ്രസ് സന്ദർശനത്തിൻ്റെ ആപ്തവാക്യം? എന്തായിരുന്നു സൈപ്രസ് സന്ദർശനത്തിൻ്റെ ആപ്തവാക്യം, സ്ലോഗൻ? ഹെൽപ്പ് ഡെസ്കിന്. ഹെൽപ്പ് ഡെസ്ക് വേണം. ഉത്തരം കിട്ടിയോ? പറഞ്ഞോളൂ. വിശ്വാസത്തിൽ പരസ്പരം സാന്ത്വനിപ്പിക്കുക. ഉത്തരം ശരിയാണ്. ടീം വടക്കഞ്ചേരി, വിശ്വാസത്തിൽ പരസ്പരം സാന്ത്വനിപ്പിക്കാം എന്നതായിരുന്നു ആപ്തവാക്യം. നിങ്ങൾക്ക് നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല. തന്നത് തിരികെ തരികയാണ്. ടീം വടക്കഞ്ചേരി, അടുത്ത ചോദ്യത്തിൻ്റെ വില എത്രയാണെന്നറിയാമോ? എത്രയാണ്? 40 പോയിന്റ്. 40 പോയിന്റുകളാണ്. തരുന്നോ? തരുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ
മരണത്തെ ജനിപ്പിക്കുന്നു. എന്ത് ഗർഭം ധരിച്ചാണ് പാപത്തെ പ്രസവിക്കുന്നത്? ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ ഉത്തരം ശരിയാണ്. പ്രസവിക്കുന്നു. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ടീം വടക്കഞ്ചേരി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം 100 പോയിന്റിന്റെ ചോദ്യമാണ്. സ്വീകരിക്കണം? സ്വീകരിക്കാൻ പോവുകയാണ്. 50 പോയിന്റ് തരും. കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിലുറച്ചു നിൽക്കുകയും ചെയ്യുക. അവൻ എന്ത് കാര്യത്തിൽ അനുഗ്രഹീതനാകുമെന്നാണ് വിശുദ്ധ യാക്കോബ് പഠിപ്പിക്കുന്നത്? തൻ്റെ പ്രവർത്തികളിൽ അവൻ അനുഗ്രഹീതനാകും. ഉത്തരം ശരിയാണ്. തൻ്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാകുമെന്നാണ്. ടീം വടക്കഞ്ചേരി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് മാത്രമല്ല, മത്സരം കൂടി പൂർത്തിയാവുകയാണ്. ഉദ്വേഗഭരിതമായ നിമിഷങ്ങൾക്കൊടുവിൽ ആരാണ് തെരഞ്ഞെടുക്കപ്പെടുക എന്ന് നാം അറിയാൻ പോവുകയാണ്. 120 പോയിന്റുമായി 3-ാം സ്ഥാനത്ത് ടീം തത്തമംഗലം. 255 പോയിന്റുമായി 2-ാം സ്ഥാനത്ത് ടീം വടക്കഞ്ചേരി. 345 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് ടീം കൊടുന്തിരപ്പള്ളി. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2-ന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവർ ടീം കൊടുന്തിരപ്പള്ളി, ടീം വടക്കഞ്ചേരി. അഭിനന്ദനങ്ങൾ. ടീം തത്തമംഗലം, നിങ്ങളുടെ പ്രകടനം ഒട്ടും മോശമായിരുന്നില്ല. നിങ്ങൾ ശരിക്കും ഒരിക്കലും ഒട്ടും പുറകിലുമായിരുന്നില്ല. നിങ്ങൾക്ക് സന്തോഷിക്കാൻ ധാരാളം വകയുണ്ട്. നിങ്ങൾക്ക് വചനം പഠിക്കാൻ കഴിഞ്ഞു, വചനം ഗ്രഹിക്കാൻ കഴിഞ്ഞു, ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വയ്ക്കുമ്പോൾ സന്തോഷത്തിനല്ലേ കൂടുതൽ സാധ്യത? അതെ, ഞങ്ങൾക്ക് സന്തോഷമാണ് നിങ്ങളുടെ സാന്നിധ്യത്തിന്. സ്നേഹപൂർവ്വം ഞങ്ങൾ നിങ്ങൾ ഈ വേദിയിൽ നിന്ന് യാത്രയാക്കുകയാണ്. വെറുതെയല്ല, ഞങ്ങളുടെ എല്ലാം ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിങ്ങളെ യാത്രയാക്കുന്നു. അഭിനന്ദനങ്ങൾ. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായി. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ മുഖം. ജീവദായകമായ വചനം അത് പഠിക്കാനും പ്രഘോഷിക്കാനും ശ്രമിക്കുകയായിരുന്നു നാം ഇതുവരെ. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2-ന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാം വീണ്ടും കണ്ടുമുട്ടും പുതിയൊരു എപ്പിസോഡിൽ പുതിയ ടീമുകളും പുതിയ ചോദ്യങ്ങളുമായി നമ്മുടെ ശാലം ടിവിയിൽ. അതുവരെ മിശിഹായുടെ സംരക്ഷണത്തിലായിരിക്കുക, പരിശുദ്ധ സഭയുടെ സ്നേഹം അനുഭവിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.